അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് സസ്പെൻഷൻ. അസോസിയേറ്റ് പ്രൊഫസർ ബിജോൺ ജോൺസണെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് സസ്പെൻഡ് ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സംഭവത്തെപ്പറ്റി അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ആശുപത്രികൾ കൃത്യമായി പ്രോട്ടോകോളുകൾ പാലിക്കണമെന്ന കർശന നിർദ്ദേശവും ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഇത്തരമൊരു വീഴ്ച ഇനി ഉണ്ടാകാൻ പാടില്ലെന്നും ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. 6ാം വിരൽ നീക്കാനെത്തിയ 4 വയസ്സുകാരിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നാവിൽ ശസ്ത്രക്രിയ നടത്തിയത്. കോഴിക്കോട് ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശിനിയായ 4 വയസ്സുകാരി ആയിഷ റുവൈക്കാണ് ശസ്ത്രക്രിയ മാറി ചെയ്തത്. ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി പിന്നെ വരുന്നത് നാവിനടിയിൽ പഞ്ഞ് വെച്ചിട്ടാണ്. അപ്പോഴാണ് അറിയുന്നത് നാവിൻ്റെ അടിയിലാണ് ചെയ്തതെന്നുള്ളത്. പറഞ്ഞോളൂ കരഞ്ഞപ്പോൾ അടിയിൽ എന്തോ കണ്ട് അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത്. അവൾക്ക് അബദ്ധം പറ്റിയെന്നാണ് പറഞ്ഞത്. ഇല്ല ഇനിയൊരു കുട്ടിയും ഇങ്ങനെ ഉണ്ടാവരുതില്ല, അതിന് വേണ്ടി മുന്നോട്ട് തന്നെ പോകാനതിരും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോട് പറയണ്ടേ, നമ്മളെ ഒപ്പൊക്കെ ഇട്ട് വാങ്ങണ്ട. അതൊന്നും ചെയ്തിട്ടില്ല. പിഴവ് സംഭവിച്ചതിൽ ഡോക്ടർമാർ മാപ്പു പറഞ്ഞെന്ന് കുടുംബം അറിയിച്ചു. പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയ നടത്തി കുട്ടിയുടെ 6ാം വിരൽ നീക്കം ചെയ്യുകയായിരുന്നു. കുട്ടിയെ ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നില്ലെന്നും വീട്ടുകാർ പറയുന്നു. അതേസമയം കുട്ടിയുടെ സംസാരശേഷിയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കുടുംബം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.